ഈ പാലായിലെ സംഭവത്തിൽ സ്വതന്ത്ര കൂട്ടായ്മയെ ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കില്ല. ഒരു രാഷ്ട്രീയവുമില്ലാതെ അധികാരത്തിന് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ അധികാരത്തിലൂടെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു കൂട്ടായ്മയാണ്, സ്വതന്ത്ര കൂട്ടായ്മയാണ് ഈ പറയുന്ന ഈ മൂന്ന് പേര്. അപ്പന്, മകള്, പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ. ഈ ബിനു പുളിക്കക്കണ്ടം എന്ന് പറയുന്നയാൾ പല പാർട്ടികൾ മാറി ഇറങ്ങി വന്നിരിക്കുന്ന ആളാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇദ്ദേഹം. ഐപാഡ് മോഷണ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്നതാണ്. ഇന്ന് ഈ പറയുന്ന മൂന്ന് ആളുകൾക്ക് മുമ്പിൽ തല കുമ്പിട്ട് അല്ലെങ്കിൽ ഇവരുടെ വീട്ടുപടിക്കൽ പോയി ഇരിക്കേണ്ട ഗതികേട് എന്ന് പറയുമ്പോഴത്തേക്ക് ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ സഹിക്കാൻ പറ്റും. UDF പാനലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഈ മൂന്നാളുകൾ എത്ര ദിവസമാണ് കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയത്? അതേസമയം കേരള കോൺഗ്രസ് എടുത്തിരുന്ന നിലപാടെന്തായിരുന്നു? ഈ പറഞ്ഞ സ്വതന്ത്ര കൂട്ടായ്മയുമായിട്ട് യാതൊരുവിധ ബന്ധത്തിനും തങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാട് അവിടെ സ്വീകരിച്ചില്ലേ? വിവിധ ക്രിമിനൽ കേസുകളിലെ പ്രതിയായിട്ടുള്ള വിവിധ ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെ നിലയ്ക്ക് നിർത്താനായിട്ട് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് വിചാരിച്ച് നടക്കില്ലേ? നമസ്കാരം. പാലാ നഗരസഭയിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. അവിടെ ടീം UDF എന്നൊരു സംഭവം ഇപ്പം ഇല്ല. കോൺഗ്രസ് ഒരു തട്ടില്, സ്വതന്ത്ര പാർട്ടി ഒരു തട്ടില്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ അവിടെ ഒരു മോഷണാരോപണം, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നത്, ഒരു കത്ത്, ഇതൊക്കെ ചർച്ചയായിരുന്നു. പക്ഷേ ഈ മാസം നടക്കാനിരിക്കുന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പാണ് ഇതിൻ്റെയൊക്കെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് നമുക്കറിയാം. അവിടെ കോൺഗ്രസ് ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് കീഴടങ്ങേണ്ട ഒരു സ്ഥിതിയാണോ ഇപ്പോൾ നിലവിലുള്ളത്? ഈ പാലായിലെ സംഭവത്തിൽ സ്വതന്ത്ര കൂട്ടായ്മയെ ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കില്ല. ഒരു രാഷ്ട്രീയവുമില്ലാതെ അധികാരത്തിന് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ അധികാരത്തിലൂടെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു കൂട്ടായ്മയാണ്, സ്വതന്ത്ര കൂട്ടായ്മയാണ് ഈ പറയുന്ന ഈ മൂന്ന് പേര്. അപ്പന്, മകള്, പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ. ഈ മൂന്ന് പേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തെരഞ്ഞെടുത്ത ഇവരുടെ വാർഡിലുള്ള ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ UDF ഭാഗമായിട്ട് വിജയിക്കുന്നു. UDF പരിപൂർണമായ പിന്തുണയാണ് ഈ മൂന്ന് പേർക്കും ഇവരുടെ മൂന്ന് വാർഡുകളിലും നൽകിയത്. അതായത് UDF ഭാഗമായിട്ട് തന്നെയാണ് ഇവർ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. എന്നാൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം ഇവർ തന്നെ വിലപേശൽ തുടങ്ങി. തുടങ്ങിയ വിലപേശൽ എന്താണ്? കാരണം UDF അവിടെ ചെയർമാനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവരുടെ പിന്തുണ അനിവാര്യമായിട്ട് വന്നു. അങ്ങനെ അനിവാര്യമായിട്ട് വന്നതോടുകൂടി ഇവർ അവിടെ വിലപേശൽ തുടങ്ങി. ആ വിലപേശലിൻ്റെ ഭാഗമായിട്ട് എത്ര ദിവസമാണ് അവിടെ ചെയർപേഴ്സണെ അല്ലെങ്കിൽ ചെയർമാനെ തീരുമാനിക്കാനാകാതെ UDF ബുദ്ധിമുട്ടിയത്. അതുകൂടാതെ തന്നെ UDF പാനലിൽ നിന്ന് മത്സരിച്ച ഈ മൂന്ന് ആളുകൾ LDF ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ലേ? LDF കൂടിയാലോചനകൾ നടത്തിയില്ലേ? ഇതെന്ത് രാഷ്ട്രീയ മര്യാദയാണ്? ഇതെന്ത് പൊളിറ്റിക്കൽ എത്തിക്സ് ആണ്? ചെയർപേഴ്സണായിട്ടുള്ള ദിയ പുളിക്കക്കണ്ടൊക്കെ പറയാറുണ്ട്, ഞാനൊരു ഗുഡ് പൊളിറ്റീഷ്യയാണെന്ന്. ഇതാണ് ഒരു പൊളിറ്റീഷ്യയുടെ എത്തിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ അത്. കാരണം ഇദ്ദേഹം ഈ ബിനു പുളിക്കക്കണ്ടം എന്ന് പറയുന്നയാൾ പല പാർട്ടികൾ മാറി ഇറങ്ങി വന്നിരിക്കുന്ന ആളാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇദ്ദേഹം. ഐപാഡ് മോഷണ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്നതാണ്. അതിനുശേഷവും ഇദ്ദേഹം ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പാലയിലെ പരിസര പ്രദേശങ്ങളിലും കക്ഷിയായിട്ടില്ലേ? ബ്രില്യൻ കോളേജിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ആളെ ഒരു ദമ്പതിമാരെ മർദ്ദിച്ച കേസിൽ ഇദ്ദേഹം പോയി കാലും കയ്യും പിടിച്ചതിന് ശേഷമല്ലേ കേസെടുക്കാതെ പുറത്തേക്ക് വന്നത്? എന്നിട്ടും ആ ദമ്പതികൾക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പണം ചെലവായിട്ടുണ്ട്? ബ്രില്യൻ അക്കാഡമിക്കാർ അവരുടെ ക്രെഡിബിലിറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ദമ്പതികളുമായിട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ പറഞ്ഞ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ കേസെടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ പലിശയ്ക്ക് പണം കൊടുത്തതിന് ശേഷം എത്രയോ ആളുകളുടെ വീടുകളിൽ കയറി ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിനെതിരെ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ലേ? പോലീസിലും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ തടിവെടുക്കിലും, പിന്നെ പൈസ ഉണ്ടെങ്കിൽ ചുറ്റും കൂടാനായിട്ട് കുറച്ച് ഊച്ചാളി ഗുണ്ടകളുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിനു പുളിക്കക്കണ്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക പാലയിലെ ഒരു ഡയമണ്ട് ചട്ടമ്പി എന്ന് മാത്രമാണ്. പാലയിൽ മണർകാട് പാപ്പനെ പോലെ ഒരുപാട് ആൺകുട്ടികൾ ജനിച്ചിരിക്കുന്ന മണ്ണാണത്. അല്ലെങ്കിൽ KM മാണി സാറിനെ പോലെയുള്ള ഒരുപാട് ആൺകുട്ടികൾ ജനിച്ചിട്ടുള്ള മണ്ണാണ്. KM ചാണ്ടിയെ പോലുള്ള ആളുകൾ ജനിച്ചിട്ടുള്ള മണ്ണാണത്. KM മാത്യുവിനെ പോലുള്ള ആളുകൾ ജനിച്ചിട്ടുള്ള മണ്ണാണ്. ചെറിയാൻ സി കാപ്പനെ പോലുള്ള ആളുകൾ ജനിച്ചിട്ടുള്ള മണ്ണാണ്. അങ്ങനെ ഒരുപാട് ആൺകുട്ടികൾ ഈ പാലയുടെ യശസ്സിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, KR നാരായണൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു KR നാരായണൻ. അപ്പോൾ അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ജനിച്ചു വളർന്ന മണ്ണാണ് പാല എന്ന് പറയുന്നത്. ആ പാലയുടെ മണ്ണിൽ വന്നിട്ടാണ് ഒരു ഡയമണ്ട് ചട്ടമ്പി അവിടെ ആള് കളിച്ചുകൊണ്ടിരിക്കുന്നത്.
പാലയിലെ അച്ചായന്മാർക്ക് നാണമാവില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ UDF അല്ല ഇത്ര നാള് പാലാ നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത്. കേരള കോൺഗ്രസ് എം UDF വിട്ട് LDFിലേക്ക് പോയതിനു ശേഷം മാത്രമാണല്ലോ ഒരു പ്രാവശ്യം അവിടെ ഭരണം LDFിന്റെ ഭാഗത്തേക്ക് പോയത്. അതിനു മുമ്പ് തുടർച്ചയായിട്ട് പാലാ നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത് UDF തന്നെയല്ലേ. ആ UDF ഇന്ന് UDF എന്ന് പറയാൻ സാധിക്കില്ല, കോൺഗ്രസ് ഇന്ന് ഈ പറയുന്ന 3 ആളുകൾക്ക് മുമ്പിൽ തല കുമ്പിട്ട് അല്ലെങ്കിൽ ഇവരുടെ വീട്ടുപടിക്കൽ പോയി ഇരിക്കേണ്ട ഗതികേട് എന്ന് പറയുമ്പോഴത്തേക്ക് ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ സഹിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ സഹിക്കാൻ പറ്റുമോ? നമ്മൾ കോൺഗ്രസിന്റെ വിമർശകരാണ്, കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മളും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, കോൺഗ്രസ് അതിന്റെ ആത്മാഭിമാനം വീണ്ടെടുത്തുകൊണ്ട് ഈ ഭരണം അങ്ങോട്ട് പോയെങ്കിൽ പോട്ടെന്ന് വിചാരിക്കണമെന്നേ. അതല്ലെങ്കിൽ മറ്റെന്തെല്ലാം രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കും? ഈ 3 ആളുകളുടെ പിന്തുണ, അവര് വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറത്തേക്ക് ഇവർ ചാടാൻ പറഞ്ഞാൽ ചാടേണ്ടി വരും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കേണ്ടി വരും. അതായത് ചാടിക്കളിക്കണം കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കേണ്ടി വരും എന്നൊരവസ്ഥയിലേക്ക് ഈ കോൺഗ്രസിന്റെ 6 കൗൺസിലർമാർക്ക് പോകേണ്ട ഗതികേടുണ്ടോ? ഗതികേടുണ്ടോ? ഇല്ലല്ലോ. ഒരു കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ പോരെ, UDFിന്റെ പാനലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഈ 3 ആളുകൾ എത്ര ദിവസമാണ് കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയത്? അതേസമയം കേരള കോൺഗ്രസ് എം എടുത്തിരുന്ന നിലപാടെന്തായിരുന്നു? ഈ പറഞ്ഞ സ്വതന്ത്ര കൂട്ടായ്മയുമായിട്ട് യാതൊരുവിധ ബന്ധത്തിനും തങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാട് അവിടെ സ്വീകരിച്ചില്ലേ? കൃത്യമായൊരു നിലപാട് അവിടെ സ്വീകരിച്ചില്ലേ? ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് എന്തെങ്കിലും പങ്കുണ്ടോ ഇതിൽ? അല്ലെങ്കിൽ LDFിന് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ? LDFിന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങളുണ്ടോ? ഇന്നലെ ബിനു പുളിക്കക്കണ്ടത്തിന്റെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടു, കാരണം പ്രതിപക്ഷത്തിന്റെ താല്പര്യപ്രകാരമാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന്. പ്രതിപക്ഷത്തിന് എന്ത് താല്പര്യം? പരാജയം സംബന്ധിച്ച് അടുത്ത 5 വർഷത്തേക്ക് തങ്ങൾ പ്രതിപക്ഷത്ത് ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നവരല്ലേ അവർക്ക് ഈ അവസരത്തിൽ ഒരു കാരണവശാലും ഞാൻ കരുതുന്നില്ല കേരള കോൺഗ്രസ് എമ്മിന്റെ 10 കൗൺസിലർമാർ ഈ പറഞ്ഞ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പിന്തുണ നൽകുന്നു. അതേസമയം കോൺഗ്രസ് അവിശ്വാസം രേഖപ്പെടുത്തുകയും കോൺഗ്രസിന്റെ 6 കൗൺസിലർമാർ ധൈര്യമായിട്ട് നെഞ്ചുവിരിച്ച് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നതും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതും ഈ പറഞ്ഞ കേരള കോൺഗ്രസ് എമ്മിന്റെ 10 കൗൺസിലർമാരും ഈ പറഞ്ഞ കോൺഗ്രസിനെ പിന്തുണയ്ക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. അവിടെ ഒരു ഭരണത്തിന്റെ ഒരു അനിശ്ചിതത്വമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. ഒരു കാരണവശാലും എന്തെങ്കിലും ഉപാധികൾ വെക്കാനോ ഇതിലേതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ചോദിക്കാനോ വൈസ് ചെയർമാനെ ചോദിക്കാനോ ചെയർമാനെ ചോദിക്കാനോ അവർ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതെന്തുവാണെന്ന്, ഇത് കാരണം ഇത് പാലായിലെ മുഴുവൻ ജനങ്ങൾക്കും നാണക്കേടാവുന്ന രീതിയിലേക്ക് ആ ഒരു ചെയർപേഴ്സൺ എഴുതിയ കത്ത് കണ്ടിരുന്നോ തോമസേ? കത്ത് കണ്ടിരുന്നോ? സ്കൂൾ പിള്ളേരൊക്കെ എഴുതുന്ന പോലെ ഒരു കത്ത്. അതായത് തോമസേ, ഇപ്പോൾ ഈ കുട്ടി ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു എന്നുള്ളൊരു വാദവുമായിട്ട് മുമ്പോട്ട് വരുന്ന സമയത്തും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അൽഫോൺസ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പരാതി എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എത്ര അക്ഷരത്തെറ്റുകളാണുള്ളത്? കാരണം ആ ഒരു 2 പേജിനകത്ത് ഏകദേശം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കുറഞ്ഞത് ഒരു 50ഓളം അക്ഷരത്തെറ്റുകൾ ഉണ്ടാകുന്നു. ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? കാരണം പല സർക്കാരുകളുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒന്നാണ് സമ്പൂർണ്ണ സാക്ഷരരായിട്ടുള്ള ആളുകളുടെ നാടാണ്, അല്ലെങ്കിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആ കേരളത്തിന് ആ പദവി നഷ്ടപ്പെടാൻ വേണ്ടി പോവല്ലേ? കാരണം ഇതേപോലെ അക്ഷരത്തെറ്റ് വരുത്തുന്ന ഒരാളുണ്ടെങ്കിൽ ആ ജില്ലയെ എങ്ങനെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിക്കും? ഈ ലെറ്റർ നമ്മളൊന്നുകൂടെ പരിശോധിക്കേണ്ടത്. അപ്പോൾ അത് കൂടുതലായിട്ട് ഈ ഒരു ലെറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ആ കുട്ടി പഠിച്ചതെന്നൊക്കെയുള്ള ന്യായീകരണവുമായിട്ട് വന്നേക്കാം. പക്ഷേ എങ്കിലും ആ ഹാൻഡ് റൈറ്റിംഗ്, ഇംഗ്ലീഷിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മലയാളത്തിൽ മാത്രമല്ല എഴുതിയിരിക്കുന്നത്, അതിനകത്ത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഹാൻഡ് റൈറ്റിംഗ് പോലും വളരെ മോശമാണ്. കാരണം ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ചില പെയ്ഡ് ഓൺലൈൻ മീഡിയകളും സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന PR വർക്കിലൂടെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു പ്രതിച്ഛായയിൽ നിലനിൽക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ സ്വതന്ത്ര കൂട്ടായ്മ എന്ന് പറയുന്നത്. എന്ത് ഗുണ്ടായിസമൊക്കെ ഇവർ കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ കക്ഷി ബിനു പുളിക്കക്കണ്ടം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും അതിനുശേഷം DICയുടെ നേതാവും അതിനുശേഷം BJPയുടെ നേതാവും CPMന്റെ നേതാവും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ കാണേണ്ട ഗുണ്ടായിസം കാണാത്തതിന്റെ പ്രശ്നമാണ്. അത് പാലയിലുള്ള ആൺകുട്ടികൾ അറിയിച്ചു കൊടുക്കണം. പാലയുടെ പാരമ്പര്യം എന്താണ്? പാലയുടെ പാരമ്പര്യം മറന്നുപോയിക്കൊണ്ടാണോ ഈ കോൺഗ്രസിന്റെ ഈ 6 കൗൺസിലർമാരും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവും ഇപ്പൊ പാലയിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ 3 ആളുകൾക്ക് കീഴടങ്ങേണ്ടി അല്ലെങ്കിൽ അവർക്ക് വിടുപണി ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യം കോൺഗ്രസിനുണ്ടോ? ഒരു തരത്തിലുമില്ലല്ലോ. രാഷ്ട്രീയം മാറിയില്ലേ? രാഷ്ട്രീയം മാറുന്നതിനനുസരിച്ച് മാറി ചിന്തിക്കാൻ വേണ്ടി സാധിക്കണ്ടേ? സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന ആരാണ്? കോൺഗ്രസ് അല്ലേ? ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലിരിക്കുന്നത്? കോൺഗ്രസിന്റെ കയ്യിലല്ലേ? എത്ര ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഈ പറഞ്ഞ കക്ഷി? പക്ഷെ ഒരു നഗരസഭയുടെ കാര്യത്തിൽ കോൺഗ്രസിന് കീഴടങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഒന്നുമില്ല, ലേശം തൻ്റെ ഇടം കാണിച്ചാൽ മതി.
നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, BJP കേന്ദ്രത്തിൽ ഭരിക്കുന്നു. ED ഉപയോഗിച്ച് അവർ എത്ര രാഷ്ട്രീയ നേതാക്കന്മാരെ കൃത്യമായിട്ട് നിലക്കി നിർത്തിയിട്ടുണ്ട്. വിവിധ ക്രിമിനൽ കേസുകളിലെ പ്രതിയായിട്ടുള്ള വിവിധ ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെ നിലക്കി നിർത്താനായിട്ട് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് വിചാരിച്ച് നടക്കില്ലേ? മുട്ടുമടക്കി വന്നത് ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുമല്ലോ. ഞങ്ങൾ നിരുപാധിക പിന്തുണ കോൺഗ്രസിന് നൽകാം, കോൺഗ്രസിന് ചെയർപേഴ്സൺ ആയിക്കൊള്ളാനും പറഞ്ഞുകൊണ്ട്. ആർജവം വേണം, ആർജവം. ആ ആർജവമാണ് പാലയിലെ കോൺഗ്രസ് നേതൃത്വം കാണിക്കേണ്ടത്. പാലയിലെ വിഷയം ഒരു സംസ്ഥാന വിഷയമൊന്നുമല്ല. പക്ഷേ എല്ലാ മാധ്യമങ്ങളിലും ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഇത് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് പാലയുമൊക്കെ ആയിട്ട് നമ്മുടെയൊക്കെ പൂർവികർ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ പാല എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലയെ പറയുന്ന സമയത്ത് പാലയ്ക്ക് നാണക്കേടാവുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കുന്നേ. ഫയലിനകത്ത് വെച്ചിരുന്ന വാച്ച് മോഷണം പോയിന്ന്. ഇത് എന്താ ഇത്? KM മാണിയെ പോലെയുള്ള, KM ചാണ്ടിയെ പോലെയുള്ള, അല്ലെങ്കിൽ മണർകാട് പാപ്പനെ പോലെയൊക്കെയുള്ള, മണർകാട് പാപ്പൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധീരതയുടെ പര്യായമായിരുന്നു. പിന്നെ ഈ കടുവ സിനിമ ഇറങ്ങിയ ആ സിനിമയിലെ നായകനൊക്കെ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീരപുരുഷന്മാർ ജീവിച്ചിട്ടുള്ള ഈ പാലയെയാണ് ഇതേമാതിരി അപമാനിക്കുന്നത്. എന്തിനേറെ പറയുന്നു, പാല MLA ആയിട്ടുള്ള മാണി സി കാപ്പൻ ഏറ്റവും നല്ല വോളിബോൾ പ്ലെയർ അല്ലായിരുന്നോ? ജിമ്മി ജോർജ് എന്ന് പറയുന്നയാൾ ഏറ്റവും നല്ല വോളിബോൾ പ്ലെയർ അല്ലായിരുന്നോ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രതിഭാശാലികൾ വന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് അഭിമാനത്തോടു കൂടി ഏത് പാലാക്കാർക്കും എവിടെയും പോയി ഞാൻ പാലാക്കാരനാണ് എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നല്ലേ പാല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ എന്നോടൊരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ പാല എന്ന് പറയാൻ വളരെ ഇപ്പം നാണക്കേടാണെന്ന്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഐപോഡ് മോഷ്ടിച്ച കേസിലെ പ്രതി അവരുടെ മകളെ വിജയിപ്പിച്ച് ചെയർപേഴ്സൺ ആക്കുന്നു. അതൊക്കെ നല്ല കാര്യം, ജനാധിപത്യമാണ്. പക്ഷെ അത് ആക്കിയതിന് ശേഷം പിന്നീട് ആ മകളെ കൊണ്ട് ഒരു വ്യാജ പരാതി കൊടുപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് ഈ 3 പേർക്ക് മുമ്പിൽ, അതായത് പാലയ്ക്ക് മൊത്തത്തിൽ ഉണ്ടാക്കിയ ഈ 3 പേരുടെ മുമ്പിൽ പോയി കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ കോൺഗ്രസിന് എന്താണെന്നേ? അതിന്റെ ആവശ്യം തിരിക്കുന്നു. രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കണം. സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി ഈ 3 ആളുകൾക്ക് മുമ്പിൽ, ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ 3 ആളുകളുടെ മുമ്പിൽ പോയി തലകുലിച്ച് നിൽക്കേണ്ട അവസ്ഥ. അത് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കും നാണക്കേടല്ലേ? അത് മുഴുവൻ കോൺഗ്രസ്സുകാർക്കും നാണക്കേടല്ലേ? UDF പാനലിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുക, അതിനുശേഷം LDF പോയി ചർച്ച നടത്തുക. അന്ന് ജോസ് കെ മാണിയും കേരള കോൺഗ്രസും എടുത്ത നിലപാടെന്ന് വെച്ചാൽ ഇവരുമായിട്ട് യാതൊരുവിധ ബാന്ധത്തിന് തയ്യാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് UDF അവിടെ ചെയർമാൻ വന്നത്. ഈ പാലയിൽ നിന്ന് കുടിയേറി പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊന്നും ഇപ്പോൾ ആ താമസിക്കുന്ന സ്ഥലങ്ങളിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ നാട്ടിൽ എന്തുവാണേ നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ആ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിസ്സാരമായ നാണക്കേടാണോ ഇത്? ഇതാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ടീം UDF ഒക്കെ നല്ലതാണ്. പക്ഷേ ഇതേപോലെ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുകളെ ഭരണത്തിലിരുത്തിക്കൊണ്ട് ഒരു ഭരണം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ആ ഭരണം ഇല്ല എന്ന് വെച്ചുകൊണ്ട് ഇരിക്കുന്നത് തന്നെയാണ്. കൃത്യമായൊരു രാഷ്ട്രീയ നയരൂപീകരണം നടത്തിയാൽ, കോൺഗ്രസിന്റെ 6 കൗൺസിലർമാർ വിചാരിച്ചാൽ, ജോസഫ് ഗ്രൂപ്പിന്റെ 2-3 കൗൺസിലർമാരുണ്ട്, അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ലേ? രാഷ്ട്രീയത്തിൽ നിത്യ ശത്രുക്കളോ നിത്യമിത്രങ്ങളോ ഒന്നും ഇല്ലല്ലോ. അത് മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കില്ലേ? രാഷ്ട്രീയമായിട്ട് എങ്ങനെ ഈ ഒരു കാര്യത്തെ, ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. വ്യക്തിത്വം അടിയറവ് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് കീഴടങ്ങണമോ അല്ലെങ്കിൽ ഈ ഡയമണ്ട് ചട്ടമ്പിക്ക് കീഴടങ്ങണമോ എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കട്ടെ എന്നേ പറയാനുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, പാലയിൽ പണ്ട് താമസിച്ചിട്ടുള്ളവരും ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നവരും പാലയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ താമസിക്കുന്ന ആളുകൾക്കും നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് പാലയിലെ കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനം എടുക്കരുത് എന്നുള്ളത് ഒരു അഭ്യർത്ഥനയാണ്. കാരണം നമ്മുടെയൊക്കെ പൂർവികരും പാലായിൽ നിന്ന് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം.